അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് മോങ്കോ ഷെൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിനകത്ത് മോങ്കോ ഷെൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് നമ്മുടെ ലോക്കൽ മെഷീനകത്ത് ഒരു മോങ്കോ DB സെർവർ ഇൻസ്റ്റാൾ ചെയ്യുക, അത് എവിടെ നിന്നാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് മോങ്കോ ഷെൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ മോങ്കോ ഷെൽ എന്ന് പറയുന്നത് ഒരു മോങ്കോ DB റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് ഡാറ്റാബേസ് മാനേജ് ചെയ്യാൻ വേണ്ടി കമാൻഡ് ലൈനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോങ്കോ ടൂളാണ് മോങ്കോ ഷെൽ എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ മോങ്കോ DB എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഗൂഗിളിൽ നിന്നും മോങ്കോ DB ഷെൽ എന്ന് പറയുന്ന കമാൻഡ് എൻ്റർ ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. സോ അതിനായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് കിട്ടുന്ന റിസൾട്ടിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മോങ്കോ DBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് നമ്മൾ എൻ്റർ ആകും. സോ അതിനകത്ത് നിന്നും നമുക്ക് മോങ്കോ ഷെൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ ഈ ഓപ്ഷനകത്ത് താഴെ പോയാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന മോങ്കോ ഷെല്ലിൻ്റെ വേർഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം നമ്മൾ വിൻഡോസിലോട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ സിപ്പ് പാക്കേജാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല, നമുക്ക് ജസ്റ്റ് സിപ്പ്, അതായത് ഇവിടുന്ന് സിപ്പ് ഫയൽ കിട്ടും, അത് അൺസിപ്പ് ചെയ്തുകൊണ്ട്, അതായത് എക്സ്ട്രാക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഡൗൺലോഡായി. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് കോപ്പി ചെയ്തു. അപ്പോൾ നേരത്തെ നമ്മൾ എൻവയോൺമെൻറ്റൽ പാത്തിനകത്ത് നമ്മുടെ മോങ്കോ DBയുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഉള്ള ഒരു പ്രൊസീജിയറാണ് മോങ്കോ ഷെൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടും ഇവിടെ വരുന്നത്. ഇപ്പോൾ ഈ മോങ്കോ DBക്ക് അകത്ത് ഞാനിത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, അതിന് ശേഷം ഞാനതിവിടെ എക്സ്ട്രാക്റ്റ് ചെയ്യുകയാണ്. ഇവിടെ തന്നെ ഞാനിത് എക്സ്ട്രാക്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഞാനിവിടുന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനിത് കോപ്പി ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഇത് പേസ്റ്റ് ചെയ്യാം. അതായത് നമുക്ക് എക്സ്ട്രാക്ഷൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് ഇവിടെ നിന്നും പേസ്റ്റ് ചെയ്യാം. കണ്ടിന്യൂ ചെയ്താൽ അത് ഇവിടെ എക്സ്ട്രാക്റ്റ് ആവും. നമ്മുടെ മോങ്കോ DB എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്തത് ആ സെയിം ഡയറക്റ്റ്ലി ഇത് എക്സ്ട്രാക്റ്റ് ആവും. സോ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ മോങ്കോഷ് 2.2.1.0 എന്ന് പറയുന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ബിൻ എന്ന് പറയുന്ന ഡയറക്ടറി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഡയറക്ടറി കോപ്പി ചെയ്യുക. അപ്പോൾ നമ്മൾ മോങ്കോ DB സെർവർ ഇൻസ്റ്റാൾ ചെയ്തപ്പോഴും സെയിം പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് മൈ കമ്പ്യൂട്ടറിനകത്ത് പോയിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ വേരിയബിൾ നമുക്ക് ഇവിടെ നിന്നും സെർച്ച് ചെയ്തുകൊണ്ട് നമുക്കിത് ആ ഒരു വേരിയബിൾ പാത്തിലോട്ട് നമുക്ക് ഈ ഡയറക്ടറി നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ എൻവയോൺമെൻറ്റൽ വേരിയബിളിനകത്ത് ഈ പാത്ത് ഞാൻ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. അതായത് സിസ്റ്റം വേരിയബിൾ ആയിട്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. ന്യൂ എൻ്റർ ചെയ്തു. ഓക്കെ എൻ്റർ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് മോങ്കോ ഷെൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതാണ് മോങ്കോ ഷെൽ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ മോങ്കോ ഷെൽ ഉപയോഗിക്കുന്നത് നമുക്ക് മോങ്കോ DBക്കകത്ത് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ CRUD ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ബാക്കപ്പ്, റീസ്റ്റോറേഷൻ എല്ലാം നമുക്ക് ഇത് വഴി സാധ്യമാകും. പക്ഷേ ഇതിന് കമാൻഡുകൾ അധികമായിട്ട് നമ്മൾ എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് മോങ്കോ ഷെൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് അതായത് കമാൻഡ് അടിച്ച് നോക്കാം. മോങ്കോ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇത് മേ ബി ചിലപ്പോൾ അത് ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടാവില്ല, മേ ബി അത് കണക്റ്റ് ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ആ കമാൻഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം. cmd മോങ്കോ. ഓക്കെ, എന്താണ് ഇഷ്യൂ എന്ന് നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാൻ. മേ ബി സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ ഇവിടെ നിന്നും ഇതിനകത്തുള്ള ഒരു exe ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ മോങ്കോഷ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. മോങ്കോഷ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്, മോങ്കോ എന്ന് മാത്രമല്ല. മോങ്കോഷ് എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ സെർവറിൻ്റെ ഡീറ്റെയിൽസ്, കണക്ഷൻസ്, അതായത് ലോക്കൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മോങ്കോ സെർവറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മോങ്കോ വേർഷൻ, അതുപോലെ തന്നെ മോങ്കോ ഷെൽ വേർഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്നും ഷോ DBs എന്ന് എൻ്റർ ചെയ്താൽ ഇപ്പോൾ
ഇപ്പോൾ നിലവിലുള്ള ഡാറ്റാബേസുകൾ, അതായത് മോങ്കോ ഡി ബി സെർവറിനകത്ത് ഡീഫാൾട്ടായിട്ടുള്ള ഡാറ്റാബേസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അതാണ് അഡ്മിൻ, അതുപോലെ തന്നെ കോൺഫിഗ് ലോക്കൽ എന്ന് പറയുന്ന ഡാറ്റാബേസ് ഇവിടെയുണ്ട്. പിന്നെ അടുത്ത കമാൻഡ് യൂസ് ബ്ലോഗ്. അപ്പോൾ ഇത് നമുക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് നമ്മളുടെ ഈ ഡി ബിക്കകത്ത് ഓൾറെഡി ബ്ലോഗ് എന്ന് പറയുന്ന ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അതിലോട്ട് സ്വിച്ച് ആകും. അല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഡി ബി ഇവിടെ ക്രിയേറ്റ് ആകും. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാം, അതായത് ബ്ലോഗ് എന്ന് പറയുന്ന ഡി ബിയിലാണ് ഇപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കമാൻഡ് എൻ്റർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അത് പരിഹരിക്കാനായിട്ട് അതായത് മോങ്കോസ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ടൂളാണ് കോമ്പസ്. അപ്പോൾ കോമ്പസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ അതുവഴി നമുക്ക് എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, ഡാറ്റാബേസിലോട്ട് എങ്ങനെയാണ് വാല്യൂ വരുന്നത് എന്നുള്ളതിനൊക്കെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയി പഠിക്കാം. അപ്പോൾ നമ്മൾ സെർവർ സൈഡ്, അതായത് API സൈഡ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലിങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ലിങ്കാണ് ഇവിടെ വരുന്നത്. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ .NET API വഴി നമുക്കിതിനെ കണക്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മളുടെ ബ്ലോഗ് ആപ്പിൻ്റെ API സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. സോ അപ്പോൾ ലോക്കൽ മെഷീനിൽ നമുക്കിത് ട്രൈ ചെയ്യണമെങ്കിൽ ഈ ഒരു മോങ്കോ ഷെല്ലും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കോമ്പസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. താങ്ക് യു.